സുഷ്മ മേളിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. എടാ, ഇത് കുണ്ടറയാണോ? പിന്നല്ലാതെ. എന്നെയും സുഷ്മ അറിയുന്ന കുണ്ടറ ശാരംഗൻ അപ്പുറത്ത്. അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ. നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോ വന്നേക്കും ഇങ്ങോട്ട്. ഇതിപ്പോ സർവത്ര പുലിവാലായല്ലോ. ഇതുതാ എന്റെ വീട്. വാ, നമുക്ക് അകത്ത് കയറി തിട്ടപ്പെടുത്തിട്ട് പോവാം. പുള്ളിയെങ്ങാനും വന്ന എന്നെയും കാണരുത്, സുഷ്മയും കാണരുത്. ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോണം. എടാ, ശാരംഗൻ വരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, അത് ഞാനും മജീദ് ഏറ്റു. വാ. പിന്നെ നീ സച്ചിനെയും സുഷമയും കൊണ്ട് മോളി പോരുന്നോ? വാ. നമസ്കാരം. എവിടെ? വിശ്വനാഥൻ പിള്ളയുടെ അനിയനോട് പോയി. പുറത്തേക്ക് പോയിരിക്കുക. ആരാ? കുണ്ട്ര ശാരംഗൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്താ താമസം. ഇരിക്കും. ഒരു നടിയുണ്ടെന്ന് കേട്ടു. നടി വരും. വരുമോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? അത് വന്നവള് പിണങ്ങിപ്പോയി. പുതിയ ആളെ തപ്പിപ്പോയിരിക്കുക വിക്രമൻ. അപ്പൊ ഇന്ന് എത്തും. എന്താ നാടകത്തിന്റെ പേര്? വസുന്ധരാപഹരണം. നല്ല പേര്. ഏത് കലാസമിതിയുടേതാ? വസുന്ധര കമ്പൈൻസ്. അതും കൊള്ളാം. ആരാ എഴുതിയത്? ഏതോ ഒരു വസുന്ധര. ആരാ നൃത്ത സംവിധാനം? വസുന്ധര PP. ഗാനരചന? PP വസുന്ധര. മറ്റതോ? ശബ്ദം വിളിച്ചോ? വസുന്ധര ആൻഡ് വസുന്ധര. സംവിധാനോ? എക്സൈസ് പങ്കജാക്ഷൻ പിള്ള ഉപേക്ഷിച്ച വസുന്ധര. പിന്നെ കാണാം നമുക്ക്. പിന്നെ ആരാ ഇവന്മാര്? വസുന്ധര ഉപേക്ഷിച്ചു. ഒന്നറിയണമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ്സ് ആണ്. ഇവിടെ എന്താ? അകത്ത് ആരൊക്കെ ഉണ്ടെന്നറിയാൻ. അകത്ത് കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. இல்ல, அந்த பசங்க கூட இன்னொரு ஆளும் இருக்கு. അതാര്? ஒரு அம்மா. അമ്മ വസുന്ധരയാ? പേര് തെരിയാതെ. അപ്പൊ അത് നേരാണല്ലേ? പങ്കജാക്ഷൻ പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അല്ലേ? அதுவும் தெரியாது. അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുന്ധര എന്റെ തല കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് തിരിക്കാണല്ലേ? இருக்கலாம். അപ്പൊ ഇത് ശരിക്കും വസുന്ധരാഭരണം തന്നെയാണല്ലേ? உனக்கு வேணாம்னா எங்களுக்கு கொடுத்துரு, நாங்க எடுத்துக்கிறோம்ல. ഉറപ്പാണോ? കൊണ്ടുപോയിക്കളാമോ? കണ്ടിപ്പാ. അപ്പൊ എന്നാ വാ, തിങ്ക് പண்றேன். വിജയരാഘവ, ഇനി ഏതായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ മാറണം. നീ വിഷമിക്കാതെ, നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട്. എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട്. കുന്നംകുളത്താ. യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത്. അതൊരു കൊച്ചു പെണ്ണാ. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലേശം തടിച്ചൊരു 40 കാരെ കണ്ട പിടിച്ചോണ്ട് പോയിക്കളാമോ? சாக்கில கட்டி நான் பழனிக்கு எடுத்துட்டு போறேன். അഡ്വാൻസ് പിടിക്കോ. വാടാ. ഗോപിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുഷമയുടെ വീട്ടഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന് ഇവിടെ? പാനോട് ചേച്ചിയാ, പാനോട് ചേച്ചി. ശാരംഗന്റെ ഭാര്യ. സച്ചും സുഷമ ഇവിടെ വന്നു. ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം. അഥവാ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ ഒരു സിഗ്നൽ തരാം. ഈ കട്ടിനടിക്കറി ഒളിച്ചോളാം. വാ വാ വാ. എന്താ ചേച്ചി? അങ്ങേര് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയവൻ വന്നിട്ട് പോയല്ലോ ചേച്ചി. പിന്നെ വന്നിട്ട് പോയി. എവിടെ വിളിച്ചു നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അയ്യോ സത്യമായിട്ട് ചേച്ചി, കുറച്ച് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുന്ന ആളെ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ടത് മതി, ഇങ്ങോട്ട് പോര്. ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി, ആളുകള് ചുമ്മാ ഏഷ്യന് പറയുന്നതാ. ഓ പിന്നെ ഏഷണി.
ദേ ഞാൻ കയ്യോടെ പിടിക്കും മുമ്പ് ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോ അതോ ചേച്ചി ആ? മുകളിലാരുമില്ല, ഒറ്റ കുഞ്ഞില്ല, ആഹാ. നമുക്ക് അങ്ങോട്ട് പോവാം. പ്രഷറാണെന്നും കരുതി ഞാൻ മേലോട്ട് കേറത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി പ്രഷറുണ്ടെ കോണി കയറരുത്, ദോഷവാ, മോശവാ. ഒന്ന് മാറടാ വിശ്വാമ്പിള്ളയുടെ അനിയ. അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാ കേറിക്കോ. ഭാനുമതി ചേച്ചി ദേ കോണി കയറുന്നു, കോണി കേറിക്കൊണ്ടിരിക്കുന്നു. ഭാനുമതി ചേച്ചി ദേ പാതി കോണി കയറിക്കഴിഞ്ഞു, ദേ കോണി കയറിക്കഴിഞ്ഞിരിക്കുന്നു. കാല് പുറത്ത് കാണാം, കാല് പുറത്ത് കാണാം, അകത്തോട്ട് കയറ്റണം, അകത്തോട്ട് കയറ്റണം. മറ്റേയാളുടെ കാലും കാണാം, മറ്റേയാളുടെ കാലും കാണാം. അതകത്തേക്ക് വലിക്കണം, പ്ലീസ്, അകത്തേക്ക് വലിക്കണം. ആരാ പിള്ളാരെ നിങ്ങള്? അയ്യോ, അത് നമ്മള് ഭാനുമതി ചേച്ചിയോട് പറയാൻ വിട്ടുപോയല്ലേ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി. ചേച്ചി കണ്ടിട്ടില്ല അല്ലേ? ദേ ഇത് സച്ചിൻ, ഇത് സുഷമ. സുഷമയുടെ ആങ്ങളെയാണോ സച്ചിൻ? അല്ല. എന്നാ കാമുകനാണോ? അതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സച്ചിൻ, ഇത് സുഷമ. മോളോളം പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് കണ്ടോ കൊച്ചേ? ഇല്ല. ചേച്ചി ചേച്ചി, പുള്ളി ഇവിടെ വന്ന് നടി എന്തേന്ന് ചോദിച്ചു. ദേ ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന്. അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാനങ്ങ് പോയനെയായിരുന്നല്ലോ. ഇതാന്നോ ഹീറോ? ഹീറോയും ഹീറോയിനും നല്ല ചേർച്ചയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ നാടകം നടക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. അയ്യോ, നാടകത്തില്ലേ ചേച്ചി, ഞങ്ങൾക്ക് ദേ കുന്നുകുളത്തേക്ക് പോവുക. വാ വാ വാ. നിങ്ങൾ ബാക്ക് ചെയ്ത് പുറപ്പെട്ടോ, ഞങ്ങൾ പുറകെ വന്നോളാം. വാ. നില്ല് നില്ല് നില്ല്. എടി വസുന്ധരേ, നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി, ശരിയാ? എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ? തലയാട്ടുന്നോടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മതിയടി നിന്റെ കൊതി. പിടിച്ച് മാറ്റികളെ പിടിക്കടാ. അയ്യോ, സാരം ചേട്ടാ, അത് ഭാനുമതി ചേച്ചിയാ. എന്റെ ഭാനുമതി. മാറ്, 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 മാറ്. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. മാറ്, 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 മാറ്. ദേ അവരല്ലേ പോയത്. അവനും അവളും നോട്ടപ്പുള്ളികളാ, പിടികിട്ടാപ്പുള്ളികള്, ഒളിച്ചോട്ടക്കാര്. അവരെങ്ങോട്ടാ പോയത്? കുന്നംകുളത്തേക്ക്. മൂന്ന് ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും. വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം. അടിയിടിക്കാരും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക്. എന്താ ആരായി വസുന്ധര? വസുന്ധര ആരാണെന്ന്? ഏതോ ഒരു പശു. പിന്നെ ഏതോ ഒരു വസുന്ധര. തൃശ്ശൂരിലെ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട്. അവിടെയുണ്ട് അവളവനും. 2 രാത്രികളും 2 പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം. അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പ് വന്നാൽ, ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ വിവരറിയിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഷമയെ വലിച്ചഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടണം. ഓക്കെയുള്ളൂ. സച്ചു എവിടെ? അവനൊരു സ്വപ്നജീവിയല്ലേ, അവിടെ എവിടെയെങ്കിലും കാണും.
എന്താ കയ്യിൽ എഴുതിയേ? ഒന്നുമില്ല. പിന്നെന്താ മറച്ചു പിടിക്കുന്നേ? എനിക്ക് കാണണം. ഒന്നുമില്ലെന്നേ. ഇല്ല, എന്തോ എഴുതി. എഴുതിയില്ല. എന്നെ കുറിച്ച് എന്തോ എഴുതി. തുറക്ക് സച്ചു, തുറക്ക്. എനിക്ക് കാണണം, കാണണം. തുറക്ക്. എന്തിന്? എനിക്ക് കാണണം, തുറക്ക്. ശരി, എല്ലാം തുറക്കാൻ സമയമായെന്ന് തോന്നുന്നു. തുറക്കട്ടെ. ഉം. എന്താ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ കാരണം? പറ സച്ചു. പറയട്ടെ. ഉം. പറ. ഒരിക്കൽ വൃശ്ചിക മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഞാൻ ഗോവി വക്കീൽ ആളെ വിട്ടു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ വാ.